എൻ്റെ അത് വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല, രോഗം വന്നു എന്ന് പറഞ്ഞ് മോന്തം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്റെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയമാകുമ്പോൾ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കൊച്ചു ജീവിതത്തെ അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മളെടുക്കും പിടിച്ചു നീക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും. പിടിച്ചു നീക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും, എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ, പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്, എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇത് വയ്ക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ, ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്, ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ശ്രുതികട. ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന്, അതാണ് വിഷയം. നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീല് ചെയ്യണം. കണ്ടില്ലേ എന്ത് പ്രൊട്ടക്ഷനാണ് ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അതാണ് ഈ എഫേസ്യൻസൊക്കെ പറയണത്. 6:25 വായിച്ചേ. എഫേസ്യൻസ് 6:25. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ വീഴുന്നതും തീരല്ല യേശുവിൻ കരങ്ങളില. വീഴുന്നതും തീരല്ല യേശുവിൻ കരങ്ങളില. പരീക്ഷയെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെ ദൈവം
എന്തിനെങ്കിലും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നിറയുന്നു ഞാൻ. എന്തിനെങ്കിലും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നിറയുന്നു ഞാൻ. ശ്രുതികടെ ഹല്ലേലൂയ. എഫേസോസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അത് ലോകവുമായിട്ട് നമ്മൾ ഇപ്പൊ ജിയോയെ പോലെ ലോക വക്രതയാർന്ന ലോകമാണ്, വഞ്ചനയാർന്ന ലോകമാണ്, തട്ടിപ്പിൻ്റെ ലോകമാണ്. അയാളാണ് ഇയാളെ കുടുക്കിയിരിക്കുന്നത്. ആ മന്ത്രിയും ഫസ്റ്റാണ്, അതിനകത്തുണ്ടായിരുന്ന ആക്ടിങ് അക്കൗണ്ടൻ്റ് ഏജൻറ്റുമാരും എല്ലാം കൂടി കുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തന്ത്രമാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ വക്രതയാർന്ന ലോകത്ത് നിഷ്കളങ്കര് സംശുദ്ധരുമായിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നമ്മുടെ ക്രിസ്തു തിരഞ്ഞെടുത്താനുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 6:13 വായിച്ച്. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും. എഫേസ്യസ് 6:13 ഏറ്റു പറഞ്ഞ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളുടെ ഈ ആത്മീയ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉള്ള വിഷയം, ഉപയോഗിക്കേണ്ടതെല്ലാം സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ കള്ളവ്, അവന് നുണ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ നുണയുടെ ഫലം ചെയ്യും. ചിലർ മിണ്ടാതിരിക്കുമല്ല. അപ്പം ഇങ്ങനെ തന്ത്രങ്ങളൊന്നും കാണിക്കരുത്. ഇത് ഈ തന്ത്രപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് വിഷയം. ആത്മീയ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തോറ്റുപോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരവാണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയും ഒരു ഉത്തരം ഇതാണ്. എന്താ കാര്യം? ദൈവത്തിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സാത്താൻ്റെ ആയുധങ്ങളാണ്. വഞ്ചന, കളവ്, ചതി, അഹങ്കാരം, ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ സാധനം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തരത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ പല സമയത്തും പരാജിതരായി മാറുന്നത്. ഇനി ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ പലപ്പോഴും ദൈവത്തെ കൊണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ തെമ്മാടിത്തരം കൊണ്ട് ജയിക്കാം. അങ്ങനെ ഒരു ജയം നമുക്ക് വേണ്ട എന്ന് നിശ്ചിതമായ ഒരു നിലപാടെടുക്കാൻ ഒരു ഉടമ്പടി പങ്കാളിക്ക് കഴിയണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ,
കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ പ്രലോഭനങ്ങളോട് അടരാടാൻ ദൈവത്തിന് യോഗ്യമായ പങ്കാളിയായി പരിലസിക്കാൻ എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ചെയ്യണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നാലാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാവരുടെ മുമ്പിൽ ഞാൻ സന്തോഷപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് മരിയ തങ്കം. ഇതെൻ്റെ മകനാണ് അഖിൽ ഡേവിഡ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിൽ വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ഫറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ പറയുന്നത്, എനിക്ക് 32 വർഷം കൊണ്ട് എൻ്റെ 2 കാൽപാദങ്ങളിലും എക്സിമോ പോലുള്ള ചൊറിഞ്ഞു പൊട്ടൽ ഒലിച്ച് വളരെ അസഹനീയമായി, വളരെ ദുസ്സഹനീയമായ വേദന അനുഭവിക്കുകയായിരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് ഹൈഡോസ് മരുന്നുകളൊക്കെ കഴിച്ച് അപ്പോൾ 2 ദിവസത്തേക്കൊരു പ്രയാസം മാറി നിൽക്കും, വീണ്ടും പഴയ വഴി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ രോഗത്തിന് കീഴടങ്ങേണ്ടി വരികയും അങ്ങനെ എനിക്ക് ഈശോയും അമ്മയും നല്ല സൗഖ്യം തന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹൈഡോസ് മരുന്ന് കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഈ രോഗം കയറി മൂർധന്യ അവസ്ഥയിലായി. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരിടവും പറ്റുന്നില്ല, വളരെ നീറ്റലാണ്. ഈ നീറ്റൽ കൊണ്ട് ഞാൻ റോഡേ ഇറങ്ങി ഓടി, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, മാതാവേ, എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ടൊരു അവസരം ഒരുക്കി തരണം. പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകരുത് എന്ന് ഞാൻ കരഞ്ഞ്, എൻ്റെ ഇടവക വെച്ച് തന്നെയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഞാനിങ്ങനെ റോഡേ ഓടെയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് മാതാവ് ഒരു ബോട്ടിൽ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഒരു ബോട്ടിൽ ഉപ്പ് വച്ച് നീട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയിലൂടെയുള്ള തേനും ഉടമ്പടി തൈലവും ഞാൻ ശരീരത്തും ഉള്ളിലും സേവിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉപ്പ് എന്ന് ചോദിച്ചു. ഈ വളരെ ദുസ്സഹനീയമായ ആ 2 കാലുകളിലും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപ്പ് വാരിയിടും, എന്നിട്ട് ഒരു മാറ്റവുമില്ല. അപ്പം എനിക്ക് തോന്നി മാതാവ് ഉപ്പ് തന്നത് വെള്ളത്തിൽ ലയിച്ചിട്ട് അലിയിച്ച് കാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ലേശം ലേശം കുളി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ 2 കാലിലും ഈ ഉപ്പ് ഞാനെടുത്ത് അങ്ങ് ഒഴിക്കുമായിരുന്നു, അലിയിച്ച ഉപ്പ്. 4 ദിവസം ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചു. 5ൻ്റെ അന്ന് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല. അവിടെ എല്ലാം പതുക്കെ പതുക്കെ സൗഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും ഞാൻ ഈ ഉപ്പ്, ആ ഒരു ബോട്ടിൽ ഉപ്പും തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കുകയും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. കാലിൽ ഓട്ടം തന്നെയാണ്. ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ഓട്ടം തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഈ ഉടമ്പടി ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ അതിരിൻ്റെ 2 വശവും കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന് മുകളിലൂടെ ആയിരിക്കും. വളരെയധികം ഭയമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആ ഉടമസ്ഥരോട് വിളിച്ച് പറയുമായിരുന്നു, ഈ മരം ഒന്ന് മുറിച്ച് തരാനായിട്ട് സാധിക്കുമോ? നമുക്ക് തർക്കമില്ല, പ്രശ്നമില്ല, നിങ്ങളുടേത് തന്നെയാണ് മരം, നിങ്ങൾക്കൊന്ന് മുറിച്ച് മാറ്റാമോ? നാളെ ഒരു സമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട് നിങ്ങളെ ഇട്ടിരിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലവും വീടും കൂടെ തരികയാണെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഫോൺ ചെയ്താലും എടുക്കത്തില്ല. 5 വർഷം ഞാനിങ്ങനെ കൂടെ ഫോൺ ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാൻ മാതാവിനോട് തന്നെയാണ് ഒരു വൈകിയ നിമിഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു വലിയ പ്രതിസന്ധി എന്തെങ്കിലും വന്ന് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അതിന് മാതാവ് തന്നെയാണ് അതിൻ്റെ പരിരക്ഷ, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല.
അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആരും കണ്ടില്ല, ഞാനും എൻ്റെ മകനുമായിട്ട് ഉപ്പ് കൊണ്ട് ഇടുകയും ചെയ്തു. 5-ാമത്തെ ദിവസമായപ്പോൾ ഒരു 9:30 സമയം വൈകുന്നേരം ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ആരാണ്? അപ്പോൾ ഞാൻ ഇന്നയാളാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി വൈകിട്ട്? അപ്പോൾ പറയുന്നു, ചേച്ചി ഞങ്ങൾ നാളെ രാവിലെ മരം മുറിക്കാൻ വരും, ചേച്ചി വീട്ടിൽ കാണുമോ എന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ ബന്ധക്കോസ്ത് സഹോദരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഈ വിഷയം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, ആഹാ അങ്ങനെയാണോ എന്ന്. അപ്പോൾ എനിക്കതും വലിയ സന്തോഷമായി. മരം മുറിക്കാൻ രാവിലെ വന്നു. ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അവർ മുറിച്ചിട്ട് പോവുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ബാങ്കിൽ എനിക്കൊരു ചെറിയ ബാധ്യതയുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മാത്രമേ എനിക്ക് ആ ലോണ് അടയ്ക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ബാങ്കിൽ 20-ാം തീയതി തന്നെ അടയ്ക്കണം. എനിക്ക് സാധിക്കില്ല. അവസാനം ഇങ്ങനെയുള്ള ഒരു വലിയ പെൻഡിങ് തുക ഇങ്ങനെ വരികയുണ്ടായി. ഈ തുകയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയ തുകയേ ഉള്ളൂ, എല്ലാ ദിവസവും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വരും. ഞാൻ എവിടെ പോയാലും അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും തുകയ്ക്ക് നിങ്ങളിങ്ങനെ വീടുകളിൽ എന്നും കയറി ഓടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയല്ലേ, ഞങ്ങളുടെ ധർമ്മമല്ലേ, ഞങ്ങൾക്കത് ചെയ്തേ മതിയാകുമെന്ന്. പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരതുകൊണ്ട് ഓടും, കുഴപ്പമില്ല. പക്ഷേ ഈ ലോണ് തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടി പലരെയും സമീപിച്ചു. ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 2-3 ദിവസം എനിക്ക് ടൈം തന്നു. ഈ സമയത്ത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു, കിട്ടിയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, മാനേജറിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകില്ല, എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് പറ്റില്ല മാഡം, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. ഉടനെ അവർ സന്തോഷത്തോട്, ഞാൻ പറഞ്ഞു എന്നെ ഒരു 100 വഴക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവർ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും അഡ്വാൻസ് ചെയ്യാമെന്ന്, 1-ാം തീയതി ആകുമ്പോൾ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ എന്നും നന്ദി. 1, 2, 3 സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈശോ അമ്മ ലോകത്തിന് കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇന്നും അത് കൃത്യമായിട്ട് മെനഞ്ഞെന്നായിരുന്നു അവർ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. 1-ാം തീയതി ആകുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ വീട്ടിൽ പാറശാല കൊണ്ടുപോയിട്ട് ഈ ക്യാഷ് അങ്ങ് കൊടുക്കും. എന്നെ വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു ഇത്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജീവിത ക്ലേശങ്ങളിൽ എന്നെ ഒത്തിരിയേറെ അമ്മ സഹായിക്കുന്നത് ഒരു കൈ നീട്ടി ഒരു വഴി എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനുദാഹരണം എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കണ്ടിട്ട് അടുത്ത തിങ്കൾ വരെ എല്ലാ ദിവസവും ഈ സെയിം ധ്യാനം ഞാൻ കേൾക്കും. എല്ലാ ദിവസവും കേട്ട് ധ്യാനത്തിലൂടെ എനിക്ക് തീക്ഷ്ണതയിലൂടെ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയാണ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സ്കൂൾ ഓഫ് ഡാൻസ് അല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കും അല്ല, ഇതൊരു സ്കൂൾ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗോഡിലൂടെ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ പുറമേയുള്ള രംഗങ്ങളിലും എൻ്റെ ഇൻറ്റേർണൽ രംഗങ്ങളിലും എക്സ്റ്റേണൽ രംഗങ്ങളിലും എന്നെ ഒത്തിരിയേറെ കൈപിടിച്ച് സ്വാധീനിക്കുകയാണ്.
ഈ വളർച്ചയെന്ന് പറയുമ്പോൾ ഏത് വചനം കേട്ടാലും, അതായത് ഈ ധ്യാനങ്ങളിലൂടെ കേട്ട് ഒരു എല്ലാ വചനവും ഞാൻ എന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് കാണാതെ പഠിക്കാം. അന്നു തന്നെ എല്ലാ ദിവസവും ഒരു 150-ൽ പരം വചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒരിടവും പോകാനായിട്ട് സാധിക്കില്ല. അത്രയും ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. അതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും. ആരാണെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോയുടെ ആ നല്ല വേഷത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ 2 കാൽപാദത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈശോ ഇങ്ങോട്ട് എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത്. എനിക്കിന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അമ്മയെ ലോകത്തിന് കൈമാറിക്കൊണ്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആത്മീയപരമായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമാണ് നിലനിന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എല്ലാവരും 2-3 പേരും എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നു. എന്നും വിഷമം, വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകത്തില്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയത്ത് മമ്മി പുറത്ത് പള്ളിയിൽ വരുന്ന 2-3 അങ്കിൾമാരെടുത്ത് അവരുടെ വിഷമം പറയുമ്പോൾ അവർ പറയും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു നാൾ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒരു 1 hour എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് ഷെയർ ചെയ്തു എൻ്റെ പ്രോബ്ലംസ്. ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും പറയുന്നതനുസരിച്ച് ഞാൻ 2022 ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ, പത്രം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ, ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എനിക്കിത് പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴും എനിക്കിത് സെയിം പ്രശ്നങ്ങളായിട്ടാണ് വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം ഇവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഇവർ വീണ്ടും പറയുന്നത് ഉടമ്പടി എടുക്കുന്ന. അങ്ങനെ ഞാൻ കരുതി ഞാൻ പല മറ്റു മാർഗങ്ങളിലും പോയിട്ടുണ്ട് ഈ വിഷയം ഒന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നാൾ തന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല സ്മൈലിംഗ് ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നടന്ന സമയത്ത് എൻ്റെ അസ്വസ്ഥത ഒരു 5 minutes പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. ഈ മാറ്റം എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മമ്മിയുടെ ഷെയർ ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ ഷെയർ ചെയ്തു. അവർ പറയുന്നത് നീ ഉടമ്പടിയിൽ നന്നായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ മുമ്പോട്ട് പോയതിന് ശേഷം ആ സെയിം പ്രശ്നങ്ങൾ വീണ്ടും എനിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവിടെ വന്നിട്ടും കാര്യമില്ലല്ലോ, ഒരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ ഈ ഫോളോ അപ്പ് ലേശം പിന്നിലേക്കാക്കി. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെ പ്രേയറിന് വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ് എനിക്കിപ്പം ന്യൂസ് പേപ്പറൊന്നും കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മുടക്കരുത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, നീ പുതുക്കി ഒരു 2-3 പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് എന്തായാലും മറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിയോണ്ട് ഇതും കൂടെ അവസാനമായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ അതും നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പുതുക്കിയ സമയത്ത് എൻ്റെ പ്രോബ്ലംസിൽ ഒരു 85% ചേഞ്ച് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇതുവരെ ഞാൻ ഈ പ്രശ്നം കാരണം വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ചെറുപ്പം മുതൽ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും 2nd ടൈം പുതുക്കി, ഇപ്പം 3rd ടൈം പുതുക്കി. എനിക്കിപ്പം ഈ 3rd ടൈമിൽ വെച്ച് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഒരു വിഷയവുമില്ല. ഇപ്പം ഞാൻ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, പല പാർട്ടീസിലും പോകുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയും യേശുവിനും തന്ന രക്ഷയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നറിയത്തില്ല. ചെറിയ പൈശാചികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിയിരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് എനിക്കിവിടെ പോകാൻ സാധിക്കാത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ ബൈബിൾ സഹിതം എടുത്തെറിഞ്ഞിട്ടുണ്ട്, ജപമാല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത സമയത്തൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവസാനം
ഞാൻ പള്ളിയിൽ പോകുന്നതിന് 2 ദിവസത്തിന് മുന്നേ ഈ ഒരു അച്ഛൻ എന്നെ വന്ന് കണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ കണ്ട സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു, നീ ആലപ്പുഴ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് എടുത്തച്ഛാ, എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചതെന്ന് ഉടമ്പടി എടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയുണ്ട് മോനെ ചേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിപ്പോൾ ഇത്ര നല്ല ചേഞ്ചുണ്ട്. ഞാൻ പള്ളിയിലെന്ന് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെ ഇതുവരെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിലുണ്ട്, ചർച്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം ഫുൾ ഹാപ്പിയായിട്ട് സന്തോഷം മുമ്പോട്ട് പോകുന്നു. ഈ തന്ന അനുഗ്രഹത്തിന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.